എൻ്റെ ഒരു വളർച്ചയിൽ എൻ്റെ അച്ഛനമ്മമാരുടെ എന്നെ കൈകാര്യം ചെയ്ത ഒരു രീതി വളരെ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ കുറ്റമല്ല, പക്ഷെ അവർക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നു അറിയാമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അതൊരു നല്ല പാരന്റിങ് എന്നാണ്. പക്ഷെ എനിക്ക് ഉണ്ടാക്കിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല. എനിക്ക് ഇന്നും എൻ്റെ ഒരു ഇന്ററാക്ഷൻ അത്ര ഒരു പ്ലസന്റ് അല്ല. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കുമിറ്റേ ചെയ്യുന്നതിനൊരു ഫിയർ എന്ന് പറയുന്ന പോലെ എനിക്ക് വലിയ സോഷ്യൽ ഫിയർ ഉണ്ടായിരുന്നതാണ്. ആളുകളെയൊക്കെ പേടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് നമ്മൾ ഈ വളർന്നു വന്ന സാഹചര്യത്തിലൂടെ. അതുപോലെ ഈ കരാട്ടെ പഠിച്ചപ്പോഴും ഞാൻ ഈ കളികൾ കുറവായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു കത്തയൊക്കെ ചെയ്യുന്നത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരാട്ടയിൽ, മുഖ്യധാര കരാട്ടയിൽ ഞാൻ വരുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഈ കരാട്ടെ രംഗത്ത് വളരെ വലിയ ആളുകളായിട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാം അന്ന് നമുക്കൊന്നും അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ദൂരത്തിലാണ്. അതായത് അത്രയും ഉയർന്ന ഒരു കരാട്ടയിൽ ഒരു ലെവൽ നിന്നവരായിട്ടാണ് നമ്മൾ അന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ കരാട്ടയിൽ പ്രവർത്തിക്കാനുള്ള യാതൊരു യോഗ്യതയും യഥാർത്ഥത്തിൽ എനിക്കില്ല. കാരണം ഞാനൊരു കായികപരമായി മുന്നിൽ നിൽക്കുന്ന ആളല്ല. എനിക്ക് ഈ മൂവ്മെന്റ് മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ വളരെ കുറവായിരുന്നു. എനിക്ക് സോഷ്യൽ ഫിയർ വളരെ കൂടുതലുള്ളതാണ്. ഇപ്പോൾ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിയർ കുറച്ചിരുന്നാലേ പറ്റും. പക്ഷേ ഞാൻ ഈ കരാട്ടയിൽ വന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ യാദൃച്ഛികവശാൽ, അത് എന്താണ്, അങ്ങനെ ഒരു തീരുമാനമെടുത്തൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ ചിത്ര പറഞ്ഞ പോലെ ഭാഗ്യത്തിൽ എനിക്ക് ചില മാസ്റ്റർമാരുമായിട്ട്, അതായത് ഇതിന്റെ ശരിക്കുള്ള ബാക്ക് പ്രോഗ്രാം അറിയാവുന്ന ചില മാസ്റ്റർമാരുമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് കരാട്ടയുടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ഞാനത് പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ നേരത്തെ സുധീർ പറഞ്ഞ പോലെ വേറെ ഉള്ളവർ പ്രാക്ടീസ് ചെയ്യാൻ ഉള്ളതുകൊണ്ടൊന്നുമല്ല. എനിക്കത് എന്നെ വളർത്തുന്നതിന്, എന്നെ കുറച്ചുകൂടെ മെച്ചമാക്കുന്നതിന് നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് സ്വയം പരിശീലിക്കുകയും അത് ഈ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ കരാട്ടെ പഠിപ്പിക്കാനുമാണ്. അപ്പൊ എൻ്റെ ആദ്യകാല ക്ലാസ്സുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, എനിക്ക് എത്രയും വേഗത്തിൽ നമ്മളെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ മെച്ചപ്പെട്ടു വരണം എന്നുള്ളൊരു ത്വരയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വിവിധ പരിപാടികൾ നടത്തുകയും അപ്പൊ അത്തരം പരിപാടികളിലൂടെയും ഞാൻ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏത് അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വേണം. ആ കാര്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഹോപ്പ് വേണം. ഈ ഹോപ്പ് നമുക്ക് തുടർച്ചയായിട്ട് നിലനിർത്താൻ പറ്റും.